ആ നിർത്ത് നിർത്ത് നിർത്ത്. ഇത് പുതിയ വണ്ടിയല്ലേ? പുതിയ വണ്ടിയാണ്. സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതല്ല, കുറച്ച് പഴക്കമുള്ള വണ്ടിയാണ്. മീൻസ് ഒരു 2 വർഷമായിട്ടുണ്ട്. ഇത് ഹോണ്ട ഹൈനസ്. ഇത് ആനിവേഴ്സറി എഡിഷനാണ്. അതായത് ഇറങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ വണ്ടിയാണ്. ആനിവേഴ്സറി എഡിഷനിലെ ഇന്ത്യയിലെ 20ാമത്തെ വണ്ടിയാണ്. ഇവിടെ കയറുന്നത് വണ്ടി വരുന്നത്. ഇത് ഹൈനസ്. ഇതിപ്പോൾ ഇന്ത്യയിലെ 8 സംസ്ഥാനത്ത് പോയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ മുഴുവനും പോയി. പിന്നെ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, തെലങ്കാന, ആന്ധ്ര, കർണാടക അങ്ങനെയെല്ലാം പോയി. പിന്നെ ഇത് നേപ്പാളും പോയിട്ടുണ്ട്. 3 വർഷം കൊണ്ട് 80,000 കിലോമീറ്റർ കവർ ചെയ്ത വണ്ടിയാണ്. ഏറ്റവും നല്ല വണ്ടിയാണ്. ഇതിന് കമ്പനി പറഞ്ഞ മൈലേജ് 40 ആണ്. പക്ഷേ 40 ഒന്നും കിട്ടത്തില്ല. ഹൈവേയിലാണെങ്കിൽ ഒരു 40 കിട്ടും. പിന്നെ സിറ്റിയിലൊക്കെയാണെങ്കിൽ ഒരു 37-38 അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ നല്ല വണ്ടിയാണിത്. ഷിവറിങ് ഇല്ല. നമ്മളൊരു 110 വരെ കയറിയാലും ഇതിന് വണ്ടിക്ക് ഷിവറിങ് ഇല്ല. അത്ര നല്ല വണ്ടിയാണ്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ബുള്ളറ്റൊക്കെ ചുമ്മാ വേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറഞ്ഞാണ് ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് 350 സെഗ്മെൻറ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഏറ്റവും നല്ലത്. പിന്നെ ഇത് 2 കുഴപ്പം മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അത്ര സ്ട്രോങ് അല്ല. നമ്മളിപ്പോൾ ഒരു 80-90 പോകുന്ന നേരത്ത് കുറച്ചുകൂടെ ഹെഡ്ലൈറ്റ് നീളം വേണം. അത് പിന്നെ ഹെഡ്ലൈറ്റ് ബ്രൈറ്റും അല്ല. രണ്ടാമെന്നുള്ളത് ഇതിൻ്റെ മഡ് ഗാർഡ് ചെറുതാണ്. അതൊക്കെ ചെറിയ എന്താ പറയണ്ടേ, റോഡിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു കാല് മുഴുവനും ഇത് ചെളിയാവും. അപ്പോൾ ഹെഡ്ലൈറ്റും കുറച്ചുകൂടെ വേണം. പിന്നെ മഡ് ഗാർഡും കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഇപ്പോൾ കമ്പനി മഡ് ഗാർഡ് എക്സ്ട്രാ ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനത് വെച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു ഇതില്ല, സ്റ്റൈലില്ല. നമ്മളിപ്പോൾ ഒരു ഏച്ചി കെട്ടുപോലെ ഇരിക്കും. അതായത് ഇപ്പോൾ ഉള്ള മഡ് ഗാർഡിൽ തന്നെ അവർ വേറൊരു പീസ് ആഡ് ചെയ്യുകയാണ്. അതത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ അത് വണ്ടിയുടെ എന്താ പറയുക, ഒരു സൗന്ദര്യത്തിന് ബാധിക്കുന്നതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ഏറ്റവും നല്ല വണ്ടിയാണ്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗാണ്. ഇത് ബാക്ക് റെസ്റ്റ്. ഇതിന് 3,500 ആണ് ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുള്ളത്. ഇത് മാത്രമേ ഇതിൽ എക്സ്ട്രാ വെച്ചിട്ടുള്ളൂ. ബാക്കി ഇത് 3 കൊല്ലം മുമ്പ് ഞാൻ എങ്ങനെ മേടിച്ചു അതേ വണ്ടി തന്നെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പീരിയൻ ഡ്രൈവർ ഏറ്റവും കംഫർട്ട് ഉള്ളതാണ്. നമ്മൾ പുറകിരിക്കുന്ന യാത്രയിൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള സീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല വണ്ടിയാണ്. 350 cc വണ്ടിയാണ് ഇത്. അപ്പോൾ